ഹായ് എവരി വൺ, എല്ലാവർക്കും കറണ്ട് അഫെയർസിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് അഫെയറിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനും അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്കൊക്കെ വരാൻ സാധ്യതയുള്ള എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അന്നേരം കറണ്ട് അഫെയറിലെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ചോദ്യം, അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന വർഷം. അന്താരാഷ്ട്ര സഹകരണ വർഷമായി ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന വർഷം 2025. അന്താരാഷ്ട്ര സഹകരണ വർഷമായിട്ട് ഐക്യരാഷ്ട്രസഭ ആചരിക്കുന്ന വർഷം 2025. 2025 അന്താരാഷ്ട്ര സഹകരണ വർഷം മാത്രമല്ല, ഐക്യരാഷ്ട്രസഭ 2025 അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമായിട്ട് ആചരിക്കുന്നു. അതുകൂടാതെ അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായിട്ട് ആചരിക്കുന്നു. അതും കൂടാതെ അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമായിട്ട് ആചരിക്കുന്നു. നമുക്ക് എല്ലാ PSC പരീക്ഷയിലും ഇനി നടക്കാൻ പോകുന്ന PSC പരീക്ഷകളിലൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ്. ഐക്യരാഷ്ട്രസഭ 2025 ഏതെല്ലാം വർഷങ്ങളായിട്ട് ആചരിക്കുന്നു? ഒന്ന്, അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. അന്താരാഷ്ട്ര സഹകരണ വർഷമാണ്. രണ്ട്, അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസതയുടെയും വർഷമാണ്. മൂന്ന്, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷമാണ്. നാല്, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷമാണ്. ഐക്യരാഷ്ട്രസഭ 2025 ആചരിക്കുന്നത് അന്താരാഷ്ട്ര സഹകരണ വർഷം, അന്താരാഷ്ട്ര ക്വാണ്ടം സയൻസ് ആൻഡ് ടെക്നോളജി വർഷം, അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം എന്നിവയായിട്ടാണ് ഐക്യരാഷ്ട്രസഭ 2025 ആചരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. പല PSC പരീക്ഷയിലൊക്കെ കറണ്ട് അഫെയറിലൊക്കെ G7 ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. 2025 G7 ഉച്ചകോടി നടക്കുന്നതെവിടെ? 2025 G7 ഉച്ചകോടി നടക്കുന്നതെവിടെ? ആൻസർ ആൽബർട്ട, കാനഡ. 2025 G7 ഉച്ചകോടി നടക്കുന്നത് ആൽബർട്ട, കാനഡ. എന്നാൽ 2024 G7 ഉച്ചകോടി അബുലിയ, ഇറ്റലി. 2024 G7 സംഘടനയുടെ ഉച്ചകോടി നടക്കുന്നത് അബുലിയ, ഇറ്റലി. 2025 G7 ഉച്ചകോടി നടക്കുന്നത് ആൽബർട്ട, കാനഡ. ആൽബർട്ട, കാനഡ. അമേരിക്ക, കാനഡ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അംഗങ്ങളായിട്ടുള്ള സംഘടനയാണ് G7. ഇംഗ്ലണ്ട്, ഇന്ത്യ G7 അംഗമല്ല. G7 അംഗമായ ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. G7 സംഘടനയിൽ അംഗമായ ഏക ഏഷ്യൻ രാജ്യം ജപ്പാനാണ്. അതായത് 2025 G7 ഉച്ചകോടി നടക്കുന്നത് ആൽബർട്ട, കാനഡ. 2024 G7 ഉച്ചകോടി നടക്കുന്നത് അബുലിയ, ഇറ്റലി. മൂന്നാമത്തെ ചോദ്യം, 2025 G20 ഉച്ചകോടി നടക്കുന്നതെവിടെ? 2025 G20 ഉച്ചകോടി നടക്കുന്നതെവിടെ? ജോഹന്നാസ്ബർഗ്, ദക്ഷിണാഫ്രിക്ക. 2025 G20 ഉച്ചകോടിയുടെ വേദി ദക്ഷിണാഫ്രിക്ക. 2026 G20 ഉച്ചകോടിയുടെ വേദി അമേരിക്ക. 2024 G20 ഉച്ചകോടിയുടെ വേദി ബ്രസീൽ. അന്നേരം G7 G20 ഒരു പ്രത്യേകതയുണ്ട്. ഒരു വർഷം ഏത് രാജ്യത്താണോ അതിൻ്റെ സമ്മേളനം നടക്കുന്നത് ആ രാജ്യത്തിനായിരിക്കും ആ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനം. അന്നേരം 2025 G20 ഉച്ചകോടി നടക്കുന്നത് ദക്ഷിണാഫ്രിക്കയ്ക്കാണ്. അന്നേരം 2025 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാന്ന് ചോദിച്ചാൽ ദക്ഷിണാഫ്രിക്കയ്ക്കാണ്. ഏത് രാജ്യത്താണോ നടക്കുന്നത് ആ രാജ്യത്തിനായിരിക്കും അതിൻ്റെ അധ്യക്ഷ സ്ഥാനം. എന്നാൽ 2026 G20യുടെ സമ്മേളനം നടക്കുന്നത് അമേരിക്കയ്ക്കാണ്. എന്നാൽ 2026 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? അമേരിക്കയ്ക്കാണ്. 2024 G20യുടെ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. 2024 G20യുടെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? ബ്രസീലിനാണ്. അതുപോലെയാണ് G7ൻ്റെ സമ്മേളനം 2025 നടന്നത് കാനഡയാണ്. 2025 G7ൻ്റെ അധ്യക്ഷ സ്ഥാനം ആർക്കാണ്? കാനഡയ്ക്കാണ്. എന്നാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം, 2025 നാറ്റോ കോൺഫറൻസ് നടക്കുന്നത് എവിടെ എന്നാണ് ചോദ്യം.
നമുക്കറിയാം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ, അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോ അല്ലേ. 1949 രൂപം കൊണ്ട നാറ്റോ. നമ്മൾ പല PSC പരീക്ഷയിലൊക്കെ ചോദിക്കാറുണ്ട്, നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസാണ് അല്ലേ. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസാണ്. 2025 നാറ്റോ കോൺഫറൻസ് നടക്കുന്നത് ഹേഗ്, നെതർലൻഡിലാണ്. നെതർലൻഡിലെ ഹേഗിലാണ് 2025 നാറ്റോയുടെ കോൺഫറൻസ് നടക്കുന്നത്. ഹേഗ്, നെതർലൻഡ്. 2024 നാറ്റോയുടെ കോൺഫറൻസ് നടന്നത് വാഷിങ്ടണിലാണ്. കാര്യം 2024 നാറ്റോ സംഘടനയുടെ 75ാം വാർഷികമായിരുന്നു. 2024 നാറ്റോ സംഘടനയുടെ കോൺഫറൻസ് നടന്നത് വാഷിങ്ടണിലും 2025 നാറ്റോയുടെ കോൺഫറൻസ് നടക്കുന്നത് ഹേഗ്, നെതർലൻഡിലുമാണ്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സഖ്യമാണ് നാറ്റോ. നാറ്റോയുടെ ആസ്ഥാനം ബ്രസൽസാണ്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 2025 ബ്രിക്സ് സമ്മേളനത്തിൻ്റെ വേദി, 2025 ബ്രിക്സ് സമ്മേളനത്തിൻ്റെ വേദി അത് റിയോ ഡി ജനീറോ, ബ്രസീലാണ്. 2025 ബ്രിക്സ് സമ്മേളനത്തിൻ്റെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. എന്നാൽ 2024 ബ്രിക്സ് സമ്മേളന വേദി റഷ്യയാണ്. 2024 ബ്രിക്സ് സമ്മേളന വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. 2025 ബ്രിക്സ് സമ്മേളനത്തിൻ്റെ വേദി, 2025 ബ്രിക്സ് സമ്മേളനത്തിൻ്റെ വേദി റിയോ ഡി ജനീറോ, ബ്രസീൽ. 2024 ബ്രിക്സ് സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ റഷ്യയാണ്. എന്നാൽ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഇത് മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ്. 2025 33ാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്ക്? ആൻസർ KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയ്ക്കാണ്. ബംഗാൾ, അയോധ്യ, നമ്മങ്ങാടി മുതലായ കവിതകൾ KG ശങ്കരപ്പിള്ളയുടേതാണ്. ബംഗാൾ, അയോധ്യ, നമ്മങ്ങാടി തുടങ്ങിയ കവിതകൾ KG ശങ്കരപ്പിള്ളയുടേതാണ്. എന്നാൽ 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക്? KG ശങ്കരപ്പിള്ള. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാർക്ക് KG ശങ്കരപ്പിള്ള. KG ശങ്കരപ്പിള്ളയുടെ പ്രധാനപ്പെട്ട കവിതകളാണ് ബംഗാൾ, അയോധ്യ, നമ്മങ്ങാടികൾ, കഷണ്ടി, ആനന്ദൻ തുടങ്ങിയ കവിതകൾ KG ശങ്കരപ്പിള്ളയുടേതാണ്. അതായത് ബംഗാൾ, അയോധ്യ, നമ്മങ്ങാടികൾ, കഷണ്ടി തുടങ്ങിയ കവിതകൾ KG ശങ്കരപ്പിള്ളയുടേതാണ്. എന്നാൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? NS മാധവൻ. ഹിഗിറ്റ എഴുതിയ NS മാധവൻ, ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എഴുതിയ NS മാധവൻ. ഹിഗിറ്റ ആരുടെ കൃതി? NS മാധവൻ. ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ ആരുടെ കൃതി? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപ്പിള്ള. 2025 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് നൽകിയത്. 33ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് നൽകിയത്. കേരള സർക്കാർ സാഹിത്യത്തിന് നൽകുന്ന ഉന്നത ബഹുമതിയാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അയോധ്യ, ബംഗാൾ, നമ്മങ്ങാടികൾ, ആനന്ദൻ, കഷണ്ടി തുടങ്ങിയ കവിതകൾ KG ശങ്കരപ്പിള്ള. ഹിഗിറ്റ, ലന്തൻ ബത്തേരിയിലെ ലുത്തിനിയകൾ തുടങ്ങിയ പ്രശസ്തമായ കൃതികൾ NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, 2025 വയലാർ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 വയലാർ പുരസ്കാരം ലഭിച്ചതാർക്ക്? 2025 വയലാർ പുരസ്കാരം ലഭിച്ചതാർക്ക്? E. സന്തോഷ് കുമാർ. 2025 വയലാർ പുരസ്കാരം ലഭിച്ചതാർക്ക്? E. സന്തോഷ് കുമാർ. 2025 നൽകിയത് 49ാമത് വയലാർ അവാർഡാണ്. 2025
49-ാം വയലാർ അവാർഡ്, ആ 2025-ലെ 49-ാം വയലാർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാർ. അതുമാത്രമല്ല 2025-ലെ മലയാറ്റൂർ പുരസ്കാരവും 2025-ലെ മലയാറ്റൂർ പുരസ്കാരവും ഇ സന്തോഷ് കുമാറിനാണ്. 2025-ലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് ഇ സന്തോഷ് കുമാറിനാണ്. 2025-ലെ 49-ാം വയലാർ അവാർഡ് ലഭിച്ചത് 49-ാം വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. കുടിയേറ്റം പശ്ചാത്തലമാക്കിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ. കുടിയേറ്റം പശ്ചാത്തലമാക്കിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ. കുടിയേറ്റം പശ്ചാത്തലമാക്കിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ എന്ന നോവൽ. തപോമയിയുടെ അച്ഛൻ എന്ന നോവലിനാണ് 2025-ലെ വയലാർ അവാർഡ് ഇ സന്തോഷ് കുമാറിന് ലഭിച്ചത്. ഗോപാൽ ബറുവ, തപോമയി എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്ന കൃതിയാണ് തപോമയിയുടെ അച്ഛൻ. 2025-ലെ വയലാർ അവാർഡ് 49-ാം വയലാർ അവാർഡ് ലഭിച്ചത് ഇ സന്തോഷ് കുമാർ തപോമയി എന്ന നോവലിന്. അതുകൂടാതെ 2025-ലെ മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചതും ഇ സന്തോഷ് കുമാർ തപോമയിയുടെ അച്ഛൻ എന്ന നോവലിന്. എന്നാൽ 2024-ലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക് അശോകൻ ചെരുവിൽ. 2024-ലെ വയലാർ അവാർഡ് ലഭിച്ചതാർക്ക് അശോകൻ ചെരുവിൽ കാട്ടൂർക്കടവെന്ന നോവലിന്. 2024-ലെ വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചെരുവിൽ കാട്ടൂർക്കടവ് എന്ന നോവലിന്. നമുക്ക് അടുത്തതിലേക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏത്? കണ്ണപുരം കണ്ണൂർ. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപുരം കണ്ണൂർ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നഗരം. നമ്മളൊരു കറണ്ട് അഫയറിലുള്ള ഒരു GK PSC ചോദ്യമുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. PSC ചോദ്യമാണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. എന്നാൽ ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിങ് സംസ്ഥാനം കേരളം. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നഗരം ഏതെന്ന് ചോദിച്ചാൽ അത് കോട്ടക്കൽ മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നഗരം കോട്ടക്കൽ മലപ്പുറമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നഗരം ഏത്? കോട്ടക്കൽ മലപ്പുറം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏത്? കേരളം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നഗരസഭ ഏത്? തിരൂർ മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നഗരസഭ ഏത്? തിരൂർ മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ നഗരം കോട്ടക്കൽ മലപ്പുറം. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം കേരളം. ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത സംസ്ഥാനം ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല നാഗ്പൂർ മഹാരാഷ്ട്ര. ഓറഞ്ച് സിറ്റി എന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ജില്ല നാഗ്പൂർ മഹാരാഷ്ട്ര. അടുത്ത ചോദ്യം. 2025-ലെ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 2025-ലെ പ്രവാസി ഭാരതീയ സമ്മാനം നേടിയ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. 2025-ലെ പ്രവാസി ഭാരതീയ സമ്മേളനം നടന്നത് ഭുവനേശ്വർ, ഒഡീഷ. 2025-ലെ പ്രവാസി ഭാരതീയ സമ്മേളനം നടന്നത് ഭുവനേശ്വർ, ഒഡീഷ. 2025-ലെ പ്രവാസി ഭാരതീയ സമ്മാൻ നേടിയ മലയാളി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. 2024-ലെ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷന്. 2024-ലെ ഓടക്കുഴൽ അവാർഡ് കെ അരവിന്ദാക്ഷന് ഗോപ എന്ന നോവലിന്. ഗോപ ശ്രീബുദ്ധൻ്റെ ജീവിതകഥ പറയുന്ന നോവലാണ് ഗോപ. ശ്രീബുദ്ധൻ്റെ ഭാര്യയായ യശോധരയുടെ മറ്റൊരു പേരാണ് ഗോപ. ശ്രീബുദ്ധൻ്റെ ജീവിതകഥ പറയുന്ന നോവലാണ് ഗോപ. 2024-ലെ ഓടക്കുഴൽ പുരസ്കാരം കെ അരവിന്ദാക്ഷന് ഗോപ എന്ന നോവലിന്. അതാണ് ആ പേരിൻ്റെ അർത്ഥം. ശ്രീബുദ്ധൻ്റെ ജീവിതകഥ പറയുന്ന നോവലാണ് ഗോപ. ശ്രീബുദ്ധൻ്റെ ഭാര്യയായ യശോധരയുടെ മറ്റൊരു പേരാണ് ഗോപ. അടുത്ത
കേൾവി പരിമിതർക്കുള്ള പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം. കേൾവി പരിമിതർക്കുള്ള പ്രത്യേക പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. നമ്മൾ ഈ പദ്ധതികളൊക്കെ ചോദിക്കാറുണ്ട് PSC പരീക്ഷയിൽ, കറണ്ട് അഫെയറിൽ. കേൾവി പരിമിതർക്കുള്ള പ്രത്യേകം പുസ്തകം പുറത്തിറക്കിയ സംസ്ഥാനമാണ് കേരളം. അടുത്ത വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. വയോജനങ്ങളുടെ സംരക്ഷണത്തിനായുള്ള സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോസാന്ത്വനം. വേണമെങ്കിൽ ചോദിക്കാം, ലോകാരോഗ്യ സംഘടനയുടെ വയോജന സംരക്ഷണ പദ്ധതിയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് കോഴിക്കോടാണ്. ലോകാരോഗ്യ സംഘടനയുടെ വയോജനങ്ങളുടെ സംരക്ഷണ പദ്ധതിയിലും ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിലൊക്കെ ഉൾപ്പെട്ടത് കേരളത്തിൽ നിന്ന് കോഴിക്കോടാണ്. 2023 യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതും കോഴിക്കോടാണ്. 2023 യുനെസ്കോ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതും കോഴിക്കോടാണ്. ശ്രദ്ധിച്ചോണം. നമ്മൾ അടുത്ത 14ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ബാലചൂഷണം തടയുക എന്ന ലക്ഷ്യത്തോടെ വനിതാ ശിശുവികസന വകുപ്പിൻ്റെ പദ്ധതി. ബാലചൂഷണം തടയുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് ശരണബാല്യം. ബാലചൂഷണം തടയാനുള്ള പദ്ധതി ശരണബാല്യം. എന്നാൽ ടൈപ്പ് 1 പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സമ്പൂർണ്ണ ചികിത്സാ പദ്ധതിയുടെ പേര് മിഠായി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കേരളത്തിലെ ആദ്യ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രത്തിൻ്റെ പേര് ബ്രഹ്മോസ്. അതിൻ്റെ പേര് തന്നെ എന്താണ്? ബ്രഹ്മോസ്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ പ്രതിരോധ ഉപകരണ നിർമ്മാണ കേന്ദ്രമാണ് ബ്രഹ്മോസ്, തിരുവനന്തപുരം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. റെയിൽവേയുടെ എല്ലാ സേവനവും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്ലിക്കേഷൻ്റെ പേര് റെയിൽവേയുടെ എല്ലാ സേവനവും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ആപ്പിൻ്റെ പേര് റെയിൽ 1. അടുത്ത ചോദ്യം. ബിഗ് ബ്യൂട്ടിഫുൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക ഉത്തേജന പാക്കേജ് കൊണ്ടുവന്ന രാജ്യം. ബിഗ് ബ്യൂട്ടിഫുൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക ഉത്തേജന പാക്കേജ് കൊണ്ടുവന്ന രാജ്യം അമേരിക്കയാണ്. ഇടയ്ക്ക് സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിരുന്നു അമേരിക്കയിൽ. അപ്പോൾ ബിഗ് ബ്യൂട്ടിഫുൾ എന്നറിയപ്പെടുന്ന സാമ്പത്തിക ഉത്തേജന പാക്കേജ് കൊണ്ടുവന്ന രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ആദായ നികുതി. അടുത്ത ചോദ്യം. ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ അറേബ്യൻ രാജ്യം ഒമാൻ. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴുള്ള ഒരു നേട്ടം, അവിടെ ടാക്സ് ഇല്ല, ഇൻകം ടാക്സ്, അങ്ങനെ ടാക്സ് ഇല്ല. എന്നാൽ ചരിത്രത്തിലാദ്യമായിട്ട് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച അറേബ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഒമാൻ. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്ര ശതമാനം നമ്മൾ ടാക്സ് കൊടുക്കണം. പക്ഷേ അറേബ്യൻ രാജ്യങ്ങളിലൊന്നും നമുക്ക് ടാക്സ് കൊടുക്കണ്ട. പക്ഷേ അതിപ്പോൾ 2025 മാറി. ചരിത്രത്തിലാദ്യമായി ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച അറേബ്യൻ രാജ്യം ഒമാൻ. അറേബ്യൻ രാജ്യം ഒമാൻ. അടുത്ത ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആസ്താ പുനിയ. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആസ്താ പുനിയ. ഇന്ത്യൻ നേവിയിലെ ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ് ആസ്താ പുനിയ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് സെൻറ്റർ നിലവിൽ വന്നത്. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് സെൻറ്റർ നിലവിൽ വന്നത് കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ മുനിസിപ്പാലിറ്റി കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് സെൻറ്റർ ആരംഭിച്ച സ്ഥലം കൊട്ടാരക്കര, കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത താലൂക്ക് സുൽത്താൻ ബത്തേരി, വയനാട്. കേരളത്തിലെ ആദ്യത്തെ കറൻസി രഹിത താലൂക്ക് സുൽത്താൻ ബത്തേരി, വയനാട്. കേരളത്തിലെ ആദ്യത്തെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കറൻസി രഹിത ആദിവാസി കോളനി നെടുങ്കയം, മലപ്പുറം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കറൻസി രഹിത ആദിവാസി കോളനി നെടുങ്കയം, മലപ്പുറം. എന്നിട്ട് നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഇന്ത്യയിലെ ആദ്യ
സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത്? ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ആനന്ദ്, ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് ആനന്ദ്, ഗുജറാത്ത്. 2025 പ്രശസ്തനായ സ്വാതന്ത്ര്യ സമര സേനാനിയും സഹകാരിയുമായിരുന്ന ത്രിഭുവൻ ദാസ് പട്ടേലിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല സ്ഥാപിതമാകുന്നത്. പ്രശസ്ത സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന ത്രിഭുവൻ ദാസ് പട്ടേലിൻ്റെ പേരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സഹകരണ സർവകലാശാല സ്ഥാപിതമാകുന്നത്. ഇപ്പോഴത്തെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷായാണ്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അമിത്ഷായാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരെന്ന് ചോദിച്ചാലും അമിത്ഷായാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് ഗ്രാമപഞ്ചായത്ത് പാറളം ഗ്രാമപഞ്ചായത്ത്, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് ഗ്രാമപഞ്ചായത്ത് പാറളം, തൃശ്ശൂർ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് ഗ്രാമപഞ്ചായത്ത് പാറളം, തൃശ്ശൂർ. പാറളം, തൃശ്ശൂർ. നമ്മളൊരു PSC ചോദ്യം കണ്ടിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് രഹിത ഗ്രാമപഞ്ചായത്ത് പീലിക്കോട്, കാസർഗോഡ്. അതൊരു PSC ചോദ്യമായിട്ട് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് ഗ്രാമപഞ്ചായത്ത് പാറളം, തൃശ്ശൂർ. അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ച ഇന്ത്യക്കാരൻ ശുഭാംശു ശുക്ല. ചോദ്യം വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ ചെലവഴിച്ച ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല. എന്നിട്ട് വീണ്ടും അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ പാങ്ങാപ്പാറ, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ ഇൻ്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെൻറ്റർ പാങ്ങാപ്പാറ, തിരുവനന്തപുരം. അടുത്ത 2025 നീതി ആയോഗിൻ്റെ വികസന റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ജില്ല എന്നാത്തിയാൽ, മിസോറാം. 2025 നീതി ആയോഗിൻ്റെ വികസന റാങ്കിങ്ങിൽ 1ാം സ്ഥാനം നേടിയ ജില്ല എന്നാത്തിയാൽ, മിസോറാം. 2025 നീതി ആയോഗിൻ്റെ വികസന സൂചികയിൽ 1ാം സ്ഥാനം നേടിയ ജില്ല എന്നാത്തിയാൽ, മിസോറാം. അത് നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിൽ നിന്ന് ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും, കാര്യം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് മാത്രമല്ല, അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ, എക്സൈസിൻ്റെ പരീക്ഷയ്ക്ക്, സിവിൽ പോലീസ് ഓഫീസർ, എല്ലാ പരീക്ഷയ്ക്കും ഈ കറണ്ട് അഫെയർ നിങ്ങൾക്ക് പഠിക്കാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. നീതി ആയോഗിൻ്റെ 2023-24 കാലഘട്ടത്തിലെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം. നീതി ആയോഗിൻ്റെ 2023-24 കാലഘട്ടത്തിലെ ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം 4ാം സ്ഥാനം. 1ാം സ്ഥാനം ഗുജറാത്തിനാണ്. 1ാം സ്ഥാനം ഗുജറാത്തിനാണ്, 4ാം സ്ഥാനം കേരളത്തിലാണ്. അടുത്ത, ഏത് പ്രമുഖ വ്യക്തിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 100 രൂപയുടെ പ്രത്യേക സ്മാരക നാണയങ്ങൾ പുറത്തിറക്കിയത്? ഏത് പ്രമുഖ വ്യക്തിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 100 രൂപയുടെ പ്രത്യേക നാണയങ്ങൾ പുറത്തിറക്കിയത്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. ഏത് പ്രമുഖ വ്യക്തിയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ചാണ് കേന്ദ്ര സർക്കാർ 100 രൂപയുടെ പ്രത്യേക നാണയങ്ങൾ പുറത്തിറക്കിയത്? ഡോക്ടർ MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ. മലയാളി. 2024 ഭാരതരത്ന ലഭിച്ച മലയാളി MS സ്വാമിനാഥൻ. ഡോക്ടർ MS സ്വാമിനാഥൻ. ആൻ എവർഗ്രീൻ റവല്യൂഷൻ എന്ന കൃതി എഴുതിയത് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ, മങ്കൊമ്പ് സ്വദേശി. 28ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. കുടുംബശ്രീയുടെ കൊമേഴ്സ്യൽ പോർട്ടൽ അറിയപ്പെടുന്ന പേര് പോക്കറ്റ് മാർട്ട്. കുടുംബശ്രീയുടെ കൊമേഴ്സ്യൽ പോർട്ടൽ അറിയപ്പെടുന്ന പേരെന്താണ്? പോക്കറ്റ് മാർട്ട്. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ
2025 ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത്? യുനെസ്കോയുടെ എപ്പോഴും യുനെസ്കോയുടെ പൈതൃക പട്ടിക എല്ലാ വർഷവും PSC പരീക്ഷയെ കാണാറുണ്ട്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് മറാത്ത സൈന്യത്തിൻ്റെ കോട്ടകൾ. മറാത്ത സൈന്യത്തിൻ്റെ കോട്ടകൾ, ശിവജിയുടെ കോട്ടകൾ, മറാത്ത സൈന്യത്തിൻ്റെ കോട്ടകൾ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് 44-ാമതായിട്ടാണ് മറാത്ത സൈന്യത്തിൻ്റെ കോട്ടകൾ ഉൾപ്പെടുത്തിയത്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ 44 ഇനങ്ങളാണ് ഉൾപ്പെടുത്തിയത്. 44-ാമത് ഉൾപ്പെടുത്തിയത് മറാത്ത സൈന്യത്തിൻ്റെ ശിവജിയുടെ കോട്ടകളാണ്. 43-ാമത്തത് ആസാമിലെ ചരൈഡിയോ മൊയ്താമാണ്. 42-ാമത്തത് കർണാടകയിലെ ഹൊയ്സാലേശ്വര ക്ഷേത്രങ്ങളാണ്. 41-ാമത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയാണ്. എന്നാൽ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി. എന്നാൽ നോക്കാം, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്നും ഇടം നേടിയത് മറാത്ത സൈന്യത്തിൻ്റെ കോട്ടകൾ, ശിവജിയുടെ കോട്ടകൾ. 44 ഇനങ്ങളാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇതുവരെ ഉൾപ്പെടുത്തിയത്. 44-ാമത്തെ ഇനമാണ് മറാത്ത സൈന്യത്തിൻ്റെ കോട്ടകൾ. അടുത്ത, ബ്രഹ്മോസ് മിസൈലിനേക്കാൾ 3 മടങ്ങ് ശേഷിയുള്ള ഇന്ത്യ വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ. ബ്രഹ്മോസ് മിസൈലിനേക്കാൾ 3 മടങ്ങ് വേഗതയുള്ള ഇന്ത്യ വികസിപ്പിച്ച ഹൈപ്പർസോണിക് മിസൈൽ പ്രോജക്റ്റ് വിഷ്ണു. പ്രോജക്റ്റ് വിഷ്ണു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 87-ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ 87-ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഹരികൃഷ്ണൻ. ഇന്ത്യയുടെ 87-ാമത് ഗ്രാൻഡ് മാസ്റ്റർ ഹരികൃഷ്ണൻ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത. ഇന്ത്യയുടെ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത അഞ്ജു രതി റാണ. ഇന്ത്യയുടെ നിയമ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ആദ്യ വനിത അഞ്ജു രതി റാണ. അതുപോലെ തന്നെ വോട്ടിംഗ് പ്രായം 18-ൽ നിന്ന് 16 കുറയ്ക്കാൻ തീരുമാനിച്ച രാജ്യം ഇംഗ്ലണ്ട്, UK. വോട്ടിംഗ് പ്രായം 18-ൽ നിന്ന് 16 കുറയ്ക്കാൻ തീരുമാനിച്ച രാജ്യം ഇംഗ്ലണ്ട്. നമ്മുടെ ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാണ്. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സാക്കിയത് 1989-ലെ 61-ാം ഭേദഗതിയിലൂടെയാണ്. രാജീവ് ഗാന്ധി സർക്കാരാണ്. പക്ഷേ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ അത് 18-ൽ നിന്ന് 16 ആക്കാൻ പോകുന്നു. നമുക്ക് അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് പാർക്ക് ആരംഭിച്ച സംസ്ഥാനം. ഇന്ത്യയുടെ ആദ്യ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് ആരംഭിച്ച സംസ്ഥാനം ആസാം. ഇന്ത്യയിലെ ആദ്യത്തെ വാട്ടർ ടെക്നോളജി പാർക്കായ അക്വാടെക് ആരംഭിച്ച സംസ്ഥാനം ആസാം. അടുത്ത ചോദ്യം, 2025 പ്രഖ്യാപിച്ച 2023-24 കാലഘട്ടത്തിലെ സ്വരാജ് ട്രോഫിയിൽ കേരളത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. 2025 പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫി എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡാണ്. തദ്ദേശ സ്ഥാപനം എന്ന് വെച്ചാൽ ഏതൊക്കെ വരും? കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തൊക്കെ വരും. അന്നേരം 2025 പ്രഖ്യാപിച്ച 25 എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു വർഷത്തെ 23-24 കാലഘട്ടത്തിലെയാണ് 25 പ്രഖ്യാപിക്കുന്നത്. 2025 പ്രഖ്യാപിച്ച 2023-24 കാലഘട്ടത്തിലെ സ്വരാജ് ട്രോഫിയിൽ മികച്ച ജില്ലാ പഞ്ചായത്ത്, സ്വരാജ് ട്രോഫി നേടിയ മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്താണ്. കൊല്ലം. എന്നാൽ 2025 പ്രഖ്യാപിച്ച സ്വരാജ് ട്രോഫിയിൽ 23-24 കാലഘട്ടത്തിലെ സ്വരാജ് ട്രോഫിയിൽ കേരളത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും മികച്ച കോർപ്പറേഷൻ ചോദിച്ചാൽ തിരുവനന്തപുരം. മികച്ച ജില്ലാ പഞ്ചായത്ത് കൊല്ലം. എന്നാൽ സ്വരാജ് ട്രോഫി നേടിയ മികച്ച മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഗുരുവായൂര. സ്വരാജ് ട്രോഫി നേടിയ മികച്ച മുനിസിപ്പാലിറ്റി ചോദിച്ചാൽ ഗുരുവായൂര. സ്വരാജ് ട്രോഫി നേടിയ മികച്ച ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ വെളിയന്നൂർ, കോട്ടയമാണ്. വെളിയന്നൂർ, കോട്ടയം. എന്നാൽ സ്വരാജ് ട്രോഫി നേടിയ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് ചോദിച്ചാൽ പെരുമ്പടപ്പ്, മലപ്പുറമാണ്. പെരുമ്പടപ്പ്, മലപ്പുറം. PSC ചോദ്യം നമ്മൾ കണ്ടിട്ടില്ലേ? പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെടുന്നത് കൊച്ചി രാജാക്കന്മാരെ. എന്നിട്ട് നമുക്ക് നോക്കാം, 2025 പ്രഖ്യാപിച്ച 23-24 കാലഘട്ടത്തിലെ സ്വരാജ് ട്രോഫിയിൽ കേരളത്തിലെ മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് കൊല്ലം. എന്നാൽ
സ്വരാജ് ട്രോഫി നേടിയ മികച്ച കോർപ്പറേഷൻ തിരുവനന്തപുരം. സ്വരാജ് ട്രോഫി നേടിയ മികച്ച മുനിസിപ്പാലിറ്റി ഗുരുവായൂർ. സ്വരാജ് ട്രോഫി നേടിയ മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് പെരുമ്പടപ്പ് മലപ്പുറം. സ്വരാജ് ട്രോഫി നേടിയ മികച്ച ഗ്രാമപഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം. അന്നേരം വീണ്ടും അടുത്ത ചോദ്യം, ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപിൻ്റെ പേരാണ് ബിത്ര. ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുന്ന ലക്ഷദ്വീപിലെ ദ്വീപ് ഏതാണ്? ബിത്ര. അടുത്ത ചോദ്യം, ഇന്ത്യ വികസിപ്പിക്കുന്ന ഫൈറ്റർ എഞ്ചിൻ കാവേരി. പേര് കാവേരി. കന്നുകാലി വളർത്തലിനും കോഴി വളർത്തലിനും കാർഷിക പദവി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. കന്നുകാലി വളർത്തലിനും കോഴി വളർത്തലിനും കാർഷിക പദവി നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. അടുത്തിടെ ഇന്ത്യയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിൻ്റെ പേര് കൃബ്, കർണാടക. അടുത്തിടെ ഒരു ബംഗളൂരു സ്വദേശിയിൽ ഒരു പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തി, കൃബ്. അടുത്തിടെ ഇന്ത്യയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിൻ്റെ പേര് കൃബ്. കർണാടകയിലെ ബംഗളൂരിലാണ് ഇത് കണ്ടെത്തിയത്. അടുത്തിടെ ഇന്ത്യയിൽ കണ്ടെത്തിയ പുതിയ രക്തഗ്രൂപ്പിൻ്റെ പേര് കൃബ്, കർണാടകയിലാണ് കണ്ടെത്തിയത്. അടുത്ത ചോദ്യം, MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. MS സ്വാമിനാഥൻ മലയാളിയാണ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ്. ആ MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 27 കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. നോക്കിക്കോണം, ഇന്ത്യയിലെ കർഷക ദിനം ഡിസംബർ 23. മുൻ പ്രധാനമന്ത്രി ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ്. എന്നാൽ MS സ്വാമിനാഥൻ്റെ ജന്മദിനമായ ഓഗസ്റ്റ് 7 കാർഷിക ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര. 2025 ഗ്ലോബൽ പീസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം, 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. വേണമെങ്കിൽ ചോദിക്കാം, ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനമാർക്ക് ഐസ്ലാൻഡ്. ആഗോള സമാധാന സൂചികയിൽ 1-ാം സ്ഥാനം ഐസ്ലാൻഡ്. 2025 ഭൂകമ്പ ബാധിച്ച മ്യാൻമാറിനെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം അറിയപ്പെടുന്ന പേര്. 2025 മ്യാൻമാറിൽ ഭൂകമ്പം ഉണ്ടായ ഭൂകമ്പത്തിൽ നിന്ന് മ്യാൻമാറിനെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ. മ്യാൻമാർ ഭൂകമ്പ സമയത്ത് ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൻ്റെ പേര് ഓപ്പറേഷൻ ബ്രഹ്മ. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം, 2025 ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം, 25 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 118. അന്നേരം വേണമെങ്കിൽ ചോദിക്കാം, 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനം ഫിൻലൻഡ്, ഇന്ത്യയുടെ സ്ഥാനം 118. 2025 മാർച്ചിൽ നാസ വിക്ഷേപിച്ച സൗരദൗത്യത്തിൻ്റെ പേര്. 2025 മാർച്ചിൽ നാസ അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ വിക്ഷേപിച്ച സൗരദൗത്യത്തിൻ്റെ പേരെന്താണ്? പഞ്ച്. ചോദിക്കാൻ സാധ്യതയുള്ള ഉറപ്പുള്ളൊരു ചോദ്യം, പഞ്ച്. സമുദ്രത്തിൻ്റെ സുരക്ഷയ്ക്കും സംരക്ഷണത്തിനും ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? UAE. സമുദ്ര സുരക്ഷയ്ക്കും സംരക്ഷണത്തിനുമായി ഇന്ത്യ ഏത് രാജ്യവുമായിട്ടാണ് കരാർ ഒപ്പിട്ടത്? UAE. അടുത്ത, ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നതാര്? അമിത്ഷാ. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് അമിത്ഷാ. LK അദ്വാനിയുടെ റെക്കോർഡാണ് മറികടന്നത്. നേരത്തെ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് LK അദ്വാനിയാണ്. ആ LK അദ്വാനിയുടെ റെക്കോർഡാണ് അമിത്ഷാ മറികടന്നത്. ഇപ്പോഴത്തെ നിലവിലെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അതുപോലെ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രിയും അമിത്ഷായാണ്. അതായത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് അമിത്ഷാ. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചതാര്? അഭിലാഷ് ടോമി. ആഴിയും തിരയും കാറ്റും എന്ന പുസ്തകം രചിച്ചത് അഭിലാഷ് ടോമി. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമകളെ കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡ്. വംശനാശ ഭീഷണി നേരിടുന്ന ഏഷ്യൻ ഭീമൻ ആമയെ കമ്മ്യൂണിറ്റി റിസർവിൽ സംരക്ഷിക്കുന്ന സംസ്ഥാനം നാഗാലാൻഡ്. അടുത്ത ചോദ്യം,
കേരള സർക്കാരിൻ്റെ ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. കെ ഫോണിൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന കടുവ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്ക് നിലവിലുള്ള ഏകീകൃത ഹെൽപ്പ് ലൈൻ നമ്പർ 112. പോലീസ്, ഫയർഫോഴ്സ്, ആംബുലൻസ് തുടങ്ങിയ അടിയന്തര സേവനങ്ങൾക്കായി നിലവിലുള്ള ഏകീകൃത ഹെൽപ്പ് ലൈൻ 112. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 50 ക്വസ്റ്റ്യനും അതിൻ്റെ പറ്റാവുന്ന ക്വസ്റ്റ്യനുകളുടെ എക്സ്പ്ലനേഷനുമാണ് പോയത്. ഏറ്റവും അധികം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്ലാസ്സായിട്ടാണ് നമ്മൾ പോയത്. കറണ്ട് അഫെയർ ഈ ഒരു പരീക്ഷയ്ക്ക് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് മാത്രമല്ല അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർക്കൊക്കെ ഇത് ചോദിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഇനി അടുത്ത അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസറുടെ സ്പെഷ്യൽ ടോപ്പിക്ക് വരും, പോലീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് വരും, കറണ്ട് അഫെയർ വരും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് സബ്സ്ക്രൈബ് ചെയ്യാം. അന്നേരം എല്ലാ ക്ലാസ്സും ശരിയായ സമയത്ത് തന്നെ അപ്ലോഡ് ചെയ്യും. അന്നേരം നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.